നമുക്ക് നല്ല ശുഭപ്രതീക്ഷയാണ്. ഞങ്ങളിപ്പോൾ ഇനി ഞങ്ങൾ പുറകോട്ടില്ല, ഇനി ഞങ്ങൾ അഡ്വാൻസ് ആണ്. അത് 10 വരെ പോകാം എന്നാണ് എൻ്റെ കാൽക്കുലേഷൻ. 10 മുകളിലും അവകാശപ്പെടുന്ന ചില നേതാക്കന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. പക്ഷെ ഞാൻ അപ് ടു പരമാവധി നമ്മൾ എന്ത് കുറഞ്ഞാലും 10-ൽ താഴെ പോകുന്ന പ്രശ്നമില്ല. വയനാട്ടിൽ അടിച്ചു കയറുകയാണ്. ചേലക്കരയിൽ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണെന്ന് ഓർമ്മ വേണം. 40,000 39,000 ചില്ലാനും വോട്ട് കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ് ചേലക്കര. ആ ചേലക്കര ഇപ്പൊ 8,000 നിൽക്കുകയാണ്. പോയാലും 10 അപ്പുറത്ത് പോവോ? പോവില്ല. സർക്കാർ വിരുദ്ധതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചിടത്തും നമ്മൾ പ്രതീക്ഷ വെച്ചിടത്തും ഒക്കെ വളരെ മണി പോലെ നമ്മൾ പ്രതീക്ഷിച്ചിടത്ത് എല്ലാ കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിലും BJP-യുടെ ബൂത്തുകളിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് UDF ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികം BJP-ക്കെതിരെയുള്ളൊരു ജനവികാരം ഉയർത്തിയെടുത്തു ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി എന്നത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു കാലത്ത് ഇവിടെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയവർ ഇരിക്കുകയാണിപ്പോൾ, കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. എഴുത് പറ്റിയെന്ന് അവരോട് ചോദിക്കും. നിങ്ങൾ പോയിട്ട് എന്നിട്ട് ഉത്തരം കണ്ടില്ല എന്നൊക്കെ പറ. പിന്നെ ഈ വിവാദങ്ങളൊന്നും നമ്മൾ ഏശിയിട്ടേ ഇല്ല. ഞങ്ങളെ ഏശാൻ മാത്രം ഞങ്ങളെ ഭാഗത്തൊരു അപാകത ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡായിരുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടതും ഞങ്ങൾ അപേക്ഷിച്ചതും ഒക്കെ വളരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. ആ ഇഷ്ടപ്പെടലിന്റെ പ്രത്യാഘാതമാണ് ഈ തെരഞ്ഞെടുപ്പ്, ഈ വോട്ടിന്റെ നിലവാരവും. എല്ലാം ഭരണവിരുദ്ധ തന്നെയല്ലേ. അത് ഇടതുപക്ഷമായാലും ഈ CPM BJP ആയാലും ഭരണവിരുദ്ധ ഭരണത്തിന്റെ പ്രതികരണമല്ലേ. കേന്ദ്രത്തിൽ BJP, കേരളത്തിൽ LDF. ഇത് രണ്ടും ഭരണത്തിനെതിരെയുള്ള ജനവികാരത്തിന്റെ പ്രതിഫലനമാണ് ഈ എല്ലാ തിരഞ്ഞെടുപ്പും എന്നാണ് എൻ്റെ പക്ഷം. ഓക്കെ.